ഇത് പനിക്കൂർക്ക. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പനിക്കൂർക്കയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലേക്ക് വയനാടും തൃശ്ശൂരും ഒക്കെ ഇതിന് പനിക്കൂർക്കാന്ന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് പനി വന്നാൽ ഇതിൻ്റെ നീര് കൊടുക്കാറുണ്ട്, തേൻ ചാറ്റി കൊടുക്കാറുണ്ട്, കൽക്കണ്ടത്തിന് ചേർത്ത് നീര് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ആവിക്ക് നമ്മൾ ആവിക്ക് ഇതിൻ്റെ ഇല ഇടാറുണ്ട്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം കാര്യങ്ങൾ ടീച്ചറൊന്ന് പരിചയപ്പെടുത്തി. സയന്റിഫിക് നെയിം കോളിയസ് ആംബിക്കസ്, ഫാമിലി ലാമിനേസിയ. ഇതിന് പ്രത്യേക മണമുണ്ട്, നല്ല മണമുണ്ട്. ഈ ഒരു പക്ഷേ ഇതിൻ്റെ ഈ മണത്തിൻ്റെ ഇതിൻ്റെ പേരിലായിരിക്കും ഇതിന് നല്ല മെഡിസിനൽ വാല്യൂസ് കാണാം. ഇതെല്ലാം ഇതിലും കാണാം. അപ്പോൾ ആൾക്കാർ ഫെമിലിയറായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഗുണമുണ്ട്. ഇതിൻ്റെ വേരുണ്ടാവാറ്. വേരെടുത്തിട്ട് ചില കഷായങ്ങളുടെ കൂട്ടുകൾ, സ്പെഷ്യൽ കൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തൊണ്ട സംബന്ധമായ അസുഖത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്, വേര് ഉപയോഗിക്കാറുണ്ട്. അത് ചില മരുന്നുകളുടെ കൂട്ടിൽ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന കൂട്ടുകളാണ്. ഇപ്പോൾ ആദിവാസി മേഖലയിലും പിന്നെ ഈ മറ്റേ ഒറ്റമൂലി ചികിത്സകളിലൊക്കെ ഇതിൻ്റെ വേരെടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ കഷായം ഉണ്ടാക്കാൻ ഒരു മരുന്ന് കുട്ടികൾക്കുള്ള കഷായം ഉണ്ടാക്കുന്ന ഇതുണ്ടാക്കുന്നതിന് ഇതിൻ്റെ വേര് ഉപയോഗിക്കാറുണ്ട്. ഇത് പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതെ കൂർക്ക എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ കഴിക്കുന്ന കൂർക്ക. അതിൻ്റെ ഫാമിലി ആയിട്ട് വരും തോന്നുന്നു അല്ലേ? കൂർക്കയുടെ ഫാമിലിക്ക് വരും. അപ്പോൾ കൂർക്കയ്ക്ക് ഇതേ ഒരു മണമുണ്ട്. പക്ഷെ അത് കടയുണ്ടാവുക, അതിന് കടയില്ലാതെ വേര് മാത്രമുണ്ട് അല്ലേ? അപ്പോൾ ഇത് സാധാരണ നടാം, പിടിക്കും. ഇത് എങ്ങനെയാലും കൊണ്ടുപോയിട്ടാലും പിടിക്കും. അപ്പോൾ നടാം. ഓക്കെ. മാഷ പേര് രജിസ്റ്റർ അല്ലേ? അപ്പോൾ പിടിച്ചോളൂ അല്ലേ? ഓ പിടിക്കുക. പിന്നെന്താ ടീച്ചർ തൊട്ടുണ്ടല്ലോ എല്ലാ വീടുകളിലും ചെടി ആവശ്യമാണ് അല്ലേ? അത്യാവശ്യമല്ലേ?